വെൽക്കം ടു വിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു ക്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകൾ എപ്പോഴും നിങ്ങൾ യൂസ് ചെയ്ത് പഠിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളാണ് കേട്ടോ. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ പറയാണ് സാരില്ല. സാരില്ല എങ്ങനെ പറയാം? കൊയ് ബാത് നെയ്, കൊയ് ബാത് നെയ്. പല പ്രാവശ്യം അയ്യോ ഞാൻ വരാൻ നേരം വൈകി പോയിട്ടു, കൊയ് ബാത് നെയ് എന്ന് വെച്ചാൽ കുഴപ്പമില്ല, മനസ്സിലായോ? അതല്ലെങ്കിൽ തന്നെ നമ്മൾ അറിയാതെ ആരുടെയും കാലുമ്പ ചവിട്ടോ എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് നമ്മൾ അയ്യോ സോറി, കൊയ് ബാത് നെയ്, മനസ്സിലായോ? ആ സാരമില്ല എന്നുള്ളൊരു അർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കൊയ് ബാത് നെയ്. ഓക്കെ, ശരി. അടുത്തത് നമ്മൾ പറയാണ്, ഇപ്പൊ ഭക്ഷണം നമ്മൾ എവിടെയെങ്കിലും പോയി നമുക്കിങ്ങനെ ഭക്ഷണം തരും, ഇത്തന ബസ്, ഇത്തന ബസ് എന്ന് പറഞ്ഞാൽ ഇത് മതി, മനസ്സിലായോ? ഇത്തന ബസ്. അതല്ലെങ്കിൽ കുറേ ആയെങ്കിൽ നമ്മൾ പറയണേ ബഹുത്ത് ഹോ ഗയ, ബഹുത്ത് ഹോ ഗയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആയി, മനസ്സിലായോ? പല സാഹചര്യങ്ങളും ഈ വേർഡ് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലാണ് ഓ ഇത്തന ബസ്, എന്തെങ്കിലും വേറെ ഏതെങ്കിലും സാധനങ്ങളായാലും ഓക്കെ, ഏത് സാഹചര്യത്തിലാണ് യൂസ് ചെയ്യേണ്ടി വരുന്നത് അവിടെ യൂസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇത്തന ബസ് ഇത് മതി, ബഹുത്ത് ഹോ ഗയ ഒരുപാടായി. ഓക്കെ, ശരി. നമ്മൾ പറയില്ലേ പതുക്കെ നടക്ക്, അല്ലെങ്കിൽ മക്കളോടായാലും ധീരെ ചലോ, ധീരെ ചലോ എന്ന് പറഞ്ഞാൽ പതുക്കെ നടക്ക്, ഒന്ന് പതുക്കെ പറ എന്ന് പറയില്ലേ, പതുക്കെ പറ. ധീരെ ബോലോ, ധീരെ പതുക്കെ എന്നുള്ളതിന് ധീരെ കേട്ടോ, ധീരെ ബോലോ പതുക്കെ പറ, മനസ്സിലായോ? ശരി. ഇനി എനിക്കറിയില്ല, മുജെ നഹി പത്ത, മുജെ നഹി പത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇതൊക്കെ ഒരുപാട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെന്റൻസുകളാട്ടോ, അതുകൊണ്ടാണ് ഇതിനെ മാത്രം സോർട്ട് ചെയ്ത് പറയുന്നത്. മുജെ നഹി പത്ത എനിക്കറിയില്ല, സോറി മുജെ നഹി പത്ത എനിക്കറിയില്ല, മനസ്സിലായോ? ശരി. അടുത്തത് ഇത് സൂപ്പറാ, എങ്ങനെ പറയാ? യേ ബഹു ബഡിയാ ഹൈ, യേ ബഹു ബഡിയാ ഹൈ. ഓക്കെ, ഇനി എന്നെ ഒന്ന് സഹായിക്കുമോ? മുജെ ജറ മദത് കറോ, ജറ തൊട എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഓക്കെ, മുജെ മദത് കറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സഹായിക്കൂ, എന്നെ സഹായിക്കൂ, മനസ്സിലായോ? ശരി. ഇനി നമ്മൾ പറയണ ഇത് പിടിക്കൂ, ഏ പക്കടോ. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഈ സെന്റൻസ് അല്ലെ, ഏ പക്കടോ ഇത് പിടിക്കൂ. ഇനി നമ്മൾ പറയാ പുറത്തു പോ, ബാഹർ നിക്കലോ, പുറത്തു പോ എന്ന് പറയുന്നത് എങ്ങനെയാ? ബാഹർ നിക്കലോ, ബാഹർ നിക്കലോ, മനസ്സിലായോ? ശരി. ഇനി എന്താ? ഇത് ആരുടെയാ? ഏ കിസ്കാ ഹെ, ഏ കിസ്കാ ഹെ. ഇതിൽ ചില സെന്റൻസ് ഒക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അല്ലേ? ശരി. ഞാൻ പേടിച്ചു പോയി, മേ ഡർ ഗയി, മേ ഡർ ഗയി, ഞാൻ പേടിച്ചു പോയി. ഓക്കെ, ശരി. അടുത്തത് എന്നെ ശല്യം ചെയ്യല്ലേ. നമ്മൾ പറയല്ലേ ഡോണ്ട് ഡിസ്റ്റർബ്, എന്നെ ശല്യം ചെയ്യല്ലേ. മുജെ പരിശാൻ മത് കറോ, മുജെ പരിശാൻ മത് കറോ എന്ന് പറഞ്ഞാൽ എന്നെ ശല്യം ചെയ്യല്ലേ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഒരു വാക്കാണ് രഹനേതു. രഹനേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ? നമ്മൾ പറയാണ് ഒരാളുടെ സാധനം എടുക്കാൻ പോകുമ്പോ നമ്മൾ രഹനേതോ മേലെത്തി, ഞാൻ എടുത്തോളാം. രഹനേതോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇട്ടോളൂ, ഞാൻ എടുത്തോളാം, അതാണ് അർത്ഥം. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും നമുക്ക് തരാൻ മറന്നുപോയി, നമ്മുടെ വസ്തുവായിരിക്കാം അയാളുടെ കയ്യിൽ കേട്ടോ, അപ്പൊ അയ്യോ ഞാനിന്ന് എടുത്തില്ല, രഹനേതോ, രഹനേതോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാരില്ല വിട്ടേക്കൂ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ, രഹനേതോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. വളരെ എന്താ പറയുക യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സെന്റൻസുകളാണ്, ചെറിയ ക്ലാസ് ആണ്. ഈ സെന്റൻസുകൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ യൂസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ശരി. എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ബൈ.